في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യരിൽ ബഹുവന്യരായ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, രക്ഷിതാക്കളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാലിൻ അൽഫ മറ വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. എല്ലാ സ്തുതികളും സ്തോത്രങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രം സമർപ്പിക്കപ്പെടുകയാണ്. അത് അവന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ പ്രഭാഷണ പരിപാടി അസാധാരണമായ ഒരു അസാധാരണ സ്വഭാവമുള്ള ഒരു പ്രഭാഷണമാണ്. അതെന്താണത്? നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലെ വിവിധങ്ങളായ സംരംഭങ്ങൾ, അത് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും. ഒരു മൊബൈൽ ഫോൺ കയ്യിലില്ലാത്തവർ നമ്മുടെ കേരളത്തിൽ ആരുമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ആണായാലും പെണ്ണായാലും അവരുടെയൊക്കെ കൈകളിൽ ഒരു മൊബൈൽ സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്. ആ ഫോണിലൂടെ നമുക്ക് ലഭ്യമാകുന്ന നെറ്റിന്റെ സർവീസുകളാണ് വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ. ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ പുരോഗമനപരമായി ഒരുപാട് മുന്നേറിയ കാലഘട്ടത്തിൽ ഈ വക സംവിധാനങ്ങൾ പറ്റേ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. എങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളെയും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ അത് ശരിയാവണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് ഒരു വലിയ നേട്ടത്തിന്റെ കലവറകൾ തന്നെ നമുക്ക് തുറക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഒരു വാല് വെക്കുമ്പോൾ ഒന്നിരിക്കൽ വല്ല സംഘടന, അല്ലെങ്കിൽ വല്ല ജമാഅത്ത് കമ്മിറ്റി, അല്ലെങ്കിൽ വല്ല മദ്രസ കമ്മിറ്റി, ഇങ്ങനെ ആരെങ്കിലൊക്കെയാണ് വാല് വെക്കുക. ഇതിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് വാല് വെക്കുന്നത്. മദീന വിജ്ഞാന തീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പ്.
അതോടൊപ്പം തന്നെ കേരളത്തിൽ അറിയപ്പെട്ട മഹത്തായ സ്ഥാപനമായ കേച്ചേരി മംബഉൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയും അതിനോടുകൂടെ ചേർന്നിട്ടുണ്ട്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അർഫാത്ത് എന്ന അർഫു ഉസ്താദ് മുസ്ലിയാർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്ത് ഒരു സന്ദേശം ആ വാട്സപ്പിലൂടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ഒരു ദീനിയായ ഒരു സന്ദേശം അതിലൂടെ നൽകി. പ്രേക്ഷകരായ ആളുകൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ഗ്രൂപ്പിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സഹായം ആ ഗ്രൂപ്പിലുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ വളരെയധികം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആ പ്രസ്താവന സ്വീകരിക്കുകയും ആ സഹായം അവർ നൽകുകയും ചെയ്തു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇതിന്റെ ഗ്രൂപ്പ് അഡ്മിനായ അർഫു എന്ന് പറയുന്ന അർഫാത്ത് മുസ്ലിയാർ എന്നോട് പറഞ്ഞു, ഉസ്താദെ, കൂട്ടായിയിൽ ഒരു വഅദ് വെച്ചാലോ? ഇവിടെ ധാരാളം പ്രഭാഷണങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് ഡേറ്റ് കൊടുക്കാൻ സമയമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിന്റെ മാത്രമല്ല കർണാടകയുടെയും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മറ്റ് വിവിധങ്ങളായ സ്റ്റേറ്റുകളിലും ഈ സാധുവായ ഞാൻ കഴിഞ്ഞ 37 കൊല്ലമായി മതപ്രഭാഷണം നടത്തിവരികയാണ്. ആ തിരക്ക് പിടിച്ച ഇപ്പോ വേനൽക്കാലമാണ്, റമളാൻ അടുക്കുകയാണ്. അതിന്റെയൊക്കെ ധാരാളം തിരക്കുകൾ ഒരു ഭാഗത്ത് മതപ്രഭാഷണത്തിന്റെ ഉണ്ട്, വേറെ എന്റെ ഔദ്യോഗികമായ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ വേറെയുമുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടി ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അത് ഒരു ജാരിയായ സദഖയാക്കാനും ഒരു സാലിഹായ അമലാക്കാനും ഇൻഷാ അല്ലാഹ് നമ്മുടെ കേച്ചേരിയിലെ 200ഓളം വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുകയും 400 കുട്ടികൾ അവിടെ താമസിക്കാതെ പഠിച്ചു പോവുകയും ചെയ്യുന്ന തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ സുന്നി ഇസ്ലാമിക കലാലയമായ മംബഉൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയെയും അതിൽ ആഡ് ചെയ്ത് ചേർത്തി രണ്ടും കൂടി സംയുക്തമായി നമുക്കിവിടെ ഇൻഷാ അല്ലാഹ് ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിപാടി. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സംഘാടകരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരു മതപ്രഭാഷണ വേദിയിൽ ഈ 37 കൊല്ലത്തിന്റെ ഇടക്ക് ഞാൻ ആദ്യമായി വരുന്നത്. ആദ്യമാണ്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് നസ്റുള്ള ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹം, ഞാൻ ഈ കമ്മീഷനിലെ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗമാണ്. ആ കമ്മീഷൻ അംഗമായി ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും ഞാൻ തന്നെയാണ് കമ്മീഷൻ അംഗമായിരുന്നത്. അദ്ദേഹം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വകുപ്പിന്റെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹവും ഞാനും കൂടി അടുത്ത ബന്ധമുണ്ടാകുന്നത്. അത് തികച്ചും ദീനിയായ ഒരു ബന്ധമാണ്, സൗഹാർദ്ദമാണ്. കൂട്ടായിൽ കഴിഞ്ഞ റമദാനിൽ ഞാനിവിടെ വരികയും നിരവധി സാധുക്കൾക്ക് റമദാനിന്റെ കിറ്റ് വിതരണം ചെയ്യുന്ന പരിപാടിയിൽ എന്നെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് എന്നെക്കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. അങ്ങനെ തികച്ചും ദീനിയായ ബന്ധം നിലനിർത്തുന്ന പൊതുരംഗത്തുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരു മാതൃകയാണ് അഡ്വക്കേറ്റ് നസ്റുള്ള സാഹിബിന്റെ പ്രവർത്തനം. അദ്ദേഹം വക്കീലാണ്. ഈ പണിയൊക്കെ മാറ്റിവെച്ചാലും കോടതി പോകാൻ നിന്നാൽ, നല്ല പ്രാക്ടീസ് തുടങ്ങിയാൽ നല്ല പണം ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് വക്കീലിന്റെ പരിപാടി. ഇപ്പൊ ഹരീഷ് ആൽവേ എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, സുപ്രീം കോടതി വക്കീല്, ഒരു കേസിന് 5 ലക്ഷം 25 ലക്ഷം 50 ലക്ഷം ഒക്കെ ഫീസ് പറഞ്ഞ് വാങ്ങിക്കുന്ന വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. 2 കോടിയും 10 കോടിയും വാങ്ങിച്ച കഥ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചുപോയി. അപ്പോ പ്രഗത്ഭനായ ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് നസ്റുള്ള. അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു
സാമുദായികമായ സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അള്ളാഹു അദ്ദേഹത്തെ പ്രദാനം ചെയ്യട്ടെ. സാധുക്കളായ നമുക്ക് നൽകട്ടെ. ആമീൻ. അതുപോലെ കൂട്ടായി ഖാദി ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ മജ്‌ലിസിലുണ്ട്. ഒരുപാട് ഉസ്താദുമാര് വേദിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുജീബ് സക്കാഫി, അതുപോലെ തന്നെ മുബശ്ശിർ സക്കാഫി, അതുപോലെ തന്നെ വേദിയിൽ ഒരുപാട് ഉസ്താദുമാരിയ്ക്കുന്നുണ്ട്. അവരെല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ മമ്പൗലുദ ഇസ്ലാമിക് അക്കാദമിയുടെ മാനേജർ റാഫി ഹാസനി, അതുപോലെ മിസ്ബാഹി തുടങ്ങിയ ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബ്, ഇത് ശഅബാൻ മാസമാണ്. ബറക്കത്ത് കൊണ്ട് അല്ലാഹു പൊതിയപ്പെട്ട മാസമാണ് റജബും ശഅബാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിനും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് താ അല്ലാഹ്, റമദാനിലേക്ക് ഞങ്ങൾക്ക് ആയുസ് താ അല്ലാഹ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് അനുഗ്രഹിച്ച മാസമാണ് റജബും ശഅബാനും. എന്താണ് ബറക്കത്ത്? ബറക്കത്ത് വേറെയാണ്, നിഅമത്ത് വേറെയാണ്. ബറക്കത്ത് നിഅമത്തുള്ളതിലൊക്കെ ബറക്കത്ത് ഉണ്ടാവണമെന്നില്ല. ഒരുത്തന്റെ കയ്യിൽ 10 കോടി രൂപയുണ്ട്. പക്ഷേ 10 കോടി രൂപയുണ്ടായിട്ട് എന്താ കാര്യം? അവന്റെ ആവശ്യത്തിന് 10 കോടി മതിയാവുന്നില്ല. 20 കോടി ഉണ്ടായാലും അവന്റെ ആവശ്യം തീരൂല. 10 കോടി കയ്യിലുണ്ട്. അവനിൽ നിഅമത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ബറക്കത്തില്ല. പക്ഷെ വേറൊരുത്തന്റെ കയ്യിൽ ഒരു 500 രൂപയുണ്ട്. അവന് 250 രൂപയെ ചെലവ് കഴിച്ചാലും ബാക്കി 250 രൂപ മിച്ചമാണ്. അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ജീവിതത്തിൽ, അവന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബറക്കത്ത് ഒരു വലിയ സംഭവമാണ്. അല്ലാഹു ഖൈറിന് തൗഫീഖ് നൽകുക, അതും ബറക്കത്തിൽപ്പെട്ടതാണ്. അവർ റജബും ശഅബാനും ബറക്കത്തിന്റെ മാസമാണ്. അല്ലാഹു ഏത് കാര്യം നമ്മൾ ചെയ്താലും, സൽക്കർമ്മങ്ങൾ ഏത് ചെയ്താലും അല്ലാഹു അതിൽ ബറക്കത്ത് നിക്ഷേപിക്കുകയാണ്. ആ ബറക്കത്തിന്റെ മാസമാണ് റജബ്. ആ ബറക്കത്തിന്റെ മാസമാണ് ശഅബാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബുൽ ഇസ്തിഗ്ഫാർ, റജബ് മാസം അല്ലാഹുവിനോട് പാപമോചനത്തിന് ചോദിക്കാനുള്ള മാസമാണ്. ചെയ്തുപോയ തെറ്റുകൾ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങാനുള്ള മാസമാണ് റജബ്. ശഅബാനാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശഅബാൻ ശഹരി, ശഅബാൻ എന്റെ മാസമാണ്, എനിക്കുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശഅബാൻ മാസത്തില് ഏറ്റവും അധികം നോമ്പ് നോറ്റിരുന്നതായി ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റമദാൻ, റമദാൻ മാസത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റമദാൻ അടിമകൾക്ക്, എന്റെ ഉമ്മത്തിമാർക്കുള്ള മാസമാണ്. അതേ ലൈലത്തുൽ ഖദറും അതുപോലെ ബദറും അതുപോലെ പുണ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാത്രികളും അല്ലാഹു വാരി വിതറപ്പെട്ട, നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹീതമായ മാസങ്ങളിൽ പ്രമാദമായ മാസമാണ് വിശുദ്ധമായ റമദാൻ. അപ്പൊ ഈ 3 മാസവും വലിയ ബർക്കത്തുള്ള മാസമാണ്. നേരത്തെ ഇവിടെ നസ്റുല്ല അഡ്വക്കറ്റ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ആശംസാ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ, മുസ്ലിം സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതെന്താണ്? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ നേരിടാൻ ഏക മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ. സത്യസന്ധമായ ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്തവർക്കും അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയണം. ആ വഴിക്കാവണം നമ്മുടെ ചിന്ത. നമ്മുടെ ഈ വഅദ് വെക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള പരമപ്രധാനമായ ഘടകം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണമാണ്. അതിനുവേണ്ടിയാണ് യതീംഖാന, അതിനുവേണ്ടിയാണ് അറബി കോളേജ്, അതിനുവേണ്ടിയാണ് ദർസ്, അതിനുവേണ്ടിയാണ് പള്ളി, അതിനുവേണ്ടിയാണ് മദ്രസ, അതിനുവേണ്ടിയാണ് സ്കൂളുകൾ, അതിനുവേണ്ടിയാണ് ഓർഫനേജുകൾ, അതിനുവേണ്ടിയാണ് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. എന്തിനാ?
അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ആ ദീൻ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോ ആ തെറ്റിദ്ധാരണ സമുദായത്തിൽ നിന്ന് മാറ്റിയിട്ട് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ദീനിനെ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഉലമാഇന്റെ ബാധ്യതയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്. ഇനി ഒരു നബി ലോകത്ത് വരാനില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നബിമാരുടെ ശൃംഖല അവസാനിച്ചുപോയി. സഹോദരന്മാര്, ഇനി ഒരു നബി വരാനില്ല. ഇനി നബിമാര് ചെയ്ത പ്രവർത്തനം ഇസ്ലാമിക് ദഅവ അത് നടത്തേണ്ടതാരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാഇന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശം ഏറ്റെടുത്ത പണ്ഡിതന്മാരാണ് അത് നടത്തേണ്ടത്. പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരാണ് വാദ് പറയുന്നത്, നസീഹത്ത് പറയുന്നത്. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് ഒരു വാദിന് പോകുകയാണ്. എവിടെ? മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, എറണാകുളം ജില്ലയിൽ, എല്ലാവരും അറിയുന്ന സ്ഥലം. ആ മൂവാറ്റുപുഴയിൽ ഒരു വാദിന് പോകുമ്പോൾ കേരള ഹൈക്കോടതിയിലെ ഉയർന്ന ഒരു വക്കീല് എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി അല്ലേ? പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആളല്ലേ? അതെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, ആ വക്കീൽ എന്നോട് ചോദിക്കുന്നത്, സർ, എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു സംശയം തീർക്കാനുണ്ട്. അതെന്താണത്? നിങ്ങളുടെ മതത്തിൽ, ഇസ്ലാമിൽ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനും ഇഷ്ടം പോലെ തലാക്ക് ചൊല്ലാനും അനുവദിക്കപ്പെട്ട മതമാണെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. മുസ്ലിമായാൽ 4 കെട്ടാം, എപ്പോ വേണമെങ്കിലും അതിനങ്ങ് തലാക്ക് ചൊല്ലി ഒഴിവാക്കും ചെയ്യാം. ആ തലാക്ക് ചൊല്ലിയ ഒഴിവിലേക്ക് പിന്നീട് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ വേറെയും കെട്ടാം. അങ്ങനെ പെണ്ണുകെട്ടികളുടെ മതമാണ് ഇസ്ലാം, തലാക്ക് ചൊല്ലികളുടെ മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യാപകമായൊരു തെറ്റിദ്ധാരണ ഇവിടെ വന്നിരിക്കുന്നു. അടുത്ത ദിവസം നിങ്ങൾ പത്രത്തിലും ടിവിയിലും ഒക്കെ കണ്ടിരിക്കും, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ, മഹാനവർകൾക്ക്. അടുത്ത ദിവസം ഉസ്താദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്താണത്? ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇസ്ലാം ഒരു വിഷയത്തിലും ചർച്ച പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഏത് കാര്യത്തിലും ചർച്ചയാവാം. പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിന്റെ ആദർശങ്ങൾ അടിയറവെക്കാത്ത നിലക്ക് ആരോടും എവിടെയും എപ്പോഴും ചർച്ചയാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൈബിയ സന്ധി മുസ്ലിം സമുദായത്തിന് മാതൃകയാണ്. ആ കരാറിനെ ആരൊക്കെ എതിർത്തു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, ആ കരാറിൽ ഒപ്പിടാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കരാറിൽ ഒപ്പിടാൻ പാടില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞു, ആ കരാറിൽ ഒപ്പിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വഹയി ലഭിക്കുന്ന പ്രവാചകനാണ്, എനിക്കുള്ള വിവരം നിങ്ങൾക്കില്ലല്ലോ. ഈ കരാറിൽ ഞാനിപ്പോ ഒപ്പിട്ടാൽ പിന്നീട് മുസ്ലിമീങ്ങൾക്ക് അതിന്റെ സൗഭാഗ്യം പിന്നീട് വരാനുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാറിൽ ഒപ്പിട്ടു. അതിന്റെ പ്രതിഫലനമായിട്ടാണ് മക്കാ ഫതഹ് വിജയമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, മക്കാ ഫതഹ് വിജയമുണ്ടാകുന്നത് ഹുദൈബിയ സന്ധിയിൽ അല്ലാഹുവിന്റെ റസൂല് ഒപ്പിട്ടതിന്റെ കാരണം കൊണ്ടാണ്. ആ കരാർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇസ്ലാമില് ഏത് കാര്യത്തിലും കോംപ്രമൈസ് ഉണ്ട്, ഏത് കാര്യത്തിലും ചർച്ചയുണ്ട്, ഏത് കാര്യത്തിലും വിട്ടുവീഴ്ചയുണ്ട്, എന്തിനും പരിഹാരമുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. രണ്ടാമത് കാന്തപുരം ഉസ്താദ് പറഞ്ഞു, മുത്തലാഖ് പ്രധാനമന്ത്രി വരെ അടുത്ത ദിവസം പറഞ്ഞത്, മുസ്ലിം സമുദായത്തില് ആണുങ്ങൾ പെണ്ണുങ്ങളെ മുത്തലാഖ് ചെല്ലിയതിന്റെ പേരില് പെണ്ണുങ്ങൾ അകത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവർ മുത്തലാഖ് ചൊല്ലിയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ
പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹത്തോട് ഇസ്ലാമിന്റെ മുത്തലാഖ് എന്താണെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് ആലിമീങ്ങൾ ചെയ്യേണ്ടത്. ആലിമീങ്ങൾ ചെയ്യേണ്ടതെന്താണ്? ആളുകൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ, ആളുകൾക്ക് തിരിച്ചറിവില്ലായ്മ വരുമ്പോൾ, അവൻ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും രാഷ്ട്രപതിയായാലും അതല്ലെങ്കിൽ ഏതായാളായാലും അയാളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഇന്നതാണ് സത്യപ്രസ്ഥാനമെന്ന് തുറന്നു പറയാനുള്ള ചങ്കുറപ്പാണ് ആലിമീങ്ങൾക്ക് വേണ്ടത്, പണ്ഡിതന്മാർക്ക് വേണ്ടത്, ദീനീ പ്രബോധകന്മാർക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുത്തലാഖിനെ പറ്റിയാണ് ഈ വക്കീൽ എന്നോട് ചോദിച്ചത്. വക്കീൽ ചോദിച്ചത് എന്താണെന്നറിയോ? എന്താണ് ഈ മുത്തലാഖ്? സക്കാഫി, ഇസ്ലാമിലെ തലാഖ് എന്താണ്? ഞാൻ ആ വക്കീലിനോട് പറഞ്ഞു, വക്കീലെ, തലാഖ് പഠിക്കുന്നതിന്റെ മുമ്പ് പഠിക്കേണ്ട ഒരു മസലുണ്ട്. അതെന്താ? ഒന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ രണ്ടുണ്ടാകുക? അല്ലാതെ രണ്ടുണ്ടായിട്ടല്ലല്ലോ ഒന്നുണ്ടായത്, ഒന്നുണ്ടായിട്ടല്ലേ രണ്ടുണ്ടായത്. അതുകൊണ്ട് തലാഖ് പഠിക്കുന്നതിന്റെ മുമ്പ് പഠിക്കേണ്ട മസലയുണ്ട്. അതെന്താണത്? നിക്കാഹാണ്. എന്താണ് ഇസ്ലാമിന്റെ നിക്കാഹ്? ആരെങ്കിലും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇസ്ലാമിന്റെ നിക്കാഹ് എന്താണ്? സുബ്ഹാനല്ലാഹ്, നിക്കാഹ് ചെയ്യാൻ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, യാ മഅ്ശറ ശബാബ്, യുവാക്കളുടെ സമുദായമേ, മനിസ്തതാഅ മിൻകും, നിങ്ങളിൽ ആർക്കെങ്കിലും കഴിവുണ്ടായാൽ ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ, അവളുടെ സംരക്ഷിക്കാൻ, അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അവൾക്ക് വസ്ത്രം കൊടുക്കാൻ, അവൾക്ക് പാർപ്പിടം കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൽയതസവ്വജു, അവൻ വിവാഹം കഴിക്കട്ടെ. അപ്പൊ ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ കഴിവുണ്ടായാൽ, ഒരു പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ കഴിവുണ്ടായാൽ, അവളെ സംരക്ഷിക്കാൻ കഴിവുണ്ടായാൽ, അവളെ പാർപ്പിടം ഒരുക്കി കൊടുത്ത് അവൾക്ക് പാർപ്പിടം കൊടുക്കാൻ കഴിവുണ്ടായാൽ, അവർക്ക് വസ്ത്രം കൊടുക്കാൻ കഴിവുണ്ടായാൽ, ആരോഗ്യപരമായി ആ പെണ്ണിന്റെ വികാരം ശമിപ്പിച്ചു കൊടുക്കാൻ ഭർത്താവിന് കഴിവുണ്ടായാൽ, അങ്ങനത്തെ ഒരു പുരുഷൻ വിവാഹം കഴിക്കട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുത്തന് ആരോഗ്യമുണ്ട്, പെണ്ണിന് ഭക്ഷണം കൊടുക്കാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, വസ്ത്രം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഒരു കുറവ്. അതെന്താണ് ആ കുറവ്? ഭാര്യയുടെ വികാരശമനം വരുത്തിക്കൊടുക്കാനുള്ള കഴിവ് ഭർത്താവിനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ വിവാഹം കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ വികാരശമനം വരുത്തിക്കൊടുക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ മഹർ കൊടുക്കാനുള്ള കഴിവില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ മഹർ അങ്ങോട്ട് കൊടുക്കാനല്ലോ, അത് കൊടുക്കാനൊരുത്തിന് കഴിവില്ലെങ്കിലോ? അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു, അവൻ നിക്കാഹ് ആഗ്രഹിക്കരുത്, അവൻ വിവാഹം കഴിക്കരുത്. അപ്പോൾ അവന്റെ വികാരം ശമിപ്പിക്കാൻ അവൻ എന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ, എന്നിട്ട് അവന്റെ വികാരശമനം നടത്തട്ടെ. അതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നിക്കാഹ് കഴിക്കണമെങ്കിൽ തന്നെ ഇസ്ലാമിൽ ഒരുപാട് നിയമമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വാലിന്റെ സദസ്സ് കുറച്ചാളേ ഉള്ളൂ നമ്മളെങ്കിലും, അത് വല്ലാതെ അങ്ങ് പിന്തള്ളപ്പെട്ടു പോയി. ഇതൊരു വലിയൊരു മൈതാനത്താണ് ഈ വാല് നടക്കുന്നത്. ഒരു ജില്ലാ സമ്മേളനം നടത്താൻ പറ്റിയ അത്രയും സദസ്സ് ഇവിടെ ഉണ്ട്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെയും മറ്റൊക്കെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാലായതുകൊണ്ട് ആളുകൾ ചുരുക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത്രയും അകലിരുന്നിട്ട് കേൾക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയും മറ്റവരൊക്കെ വരുമ്പോഴാണ് ഈ അകലം പോയിരിക്കേണ്ടത്. അലിമിങ്ങൾ പണ്ഡിതന്മാരെ വാതിനൊക്കെ അടുത്തിരിക്കണം. അതുകൊണ്ട് ഇരിക്കുന്ന കസേരയായിട്ട് മാക്സിമം മൈക്കസെറ്റുകാരനെ മുൻകടക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. ഇമാമല്ല, മൈക്കസെറ്റുകാരനും ഇവിടെ ഇരിക്കണ ലാപ്ടോപ്പുകാരനൊന്നും നമ്മുടെ ഇമാമിങ്ങളല്ല, അവരൊക്കെ നമ്മുടെ മൗമൂമിങ്ങളാണ്. അവർ പുറകിലായിക്കൊള്ളട്ടെ. നിങ്ങളെല്ലാം മുന്നിൽ വന്നിരിക്കണമെന്ന് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്.
ഒരു സുദീർഘമായ ഒരു വലിയ പ്രഭാഷണം വേണം ഈ ലോകത്ത്. അത് ആവശ്യമാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ ദീൻ എന്താണ് ഇസ്ലാം മതം എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അള്ളാഹു അനുവദിച്ചാൽ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ കൃത്യമായി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പുറകിലുള്ളവരൊക്കെ മുന്നിലേക്ക് കസാര ഉള്ളവരൊക്കെ ആ കസാരയോട് ഇരിക്കാൻ കസാര ഇല്ലാത്തവർക്ക് മണലിൽ പഴയ കാലത്തൊക്കെ വാതിന് വന്ന കസാരയൊന്നുമില്ല, ഈ മണലിൽ അങ്ങനെ ഇരിക്കല. വല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഇരിക്കാൻ വല്ല പേപ്പറിന്റെ കഷ്ണം കൊടുക്കാറുണ്ട്. പഴയ കാലത്തൊക്കെ അങ്ങനെ. ഇപ്പൊ നമുക്ക് ഇരിക്കാൻ കസാര വരുന്നു. അതുപോലെ മൈക്ക് പറയാൻ ഉസ്താദിന് വായല് പറയാൻ ഉസ്താദിന് മൈക്ക് ഉണ്ടാവുന്നു. ഞാനൊക്കെ വായല് തുടങ്ങണ കാലത്ത് മൈക്ക് സെറ്റ് ഇല്ല. വായ കൊണ്ട് വായല് പറയല. മൈക്ക് സെറ്റ് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാ വന്നത്. ഇപ്പൊ സാധാ മൈക്ക് സെറ്റ് ഒന്നും പോരാനും വാട്ടൊക്കെ വലുത് വേണം, എന്നാലേ വായല് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോയി. കാരണം ജനങ്ങളും അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറിപ്പോയി. ഇപ്പൊ മൈക്ക് ഓഫാക്കിയിട്ട് വായല് പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? പണ്ട് വാതിന് വരുന്ന ആൾക്കാരുടെ കൽബിലുള്ള നിയ്യത്ത് എന്താണെന്നറിയോ? പടച്ചവനെ ആ ഉസ്താദ് പറയുന്നത് കേട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി ഒരു മുസ്ലിമായി ജീവിക്കണം. അതിന് വന്ന് പെട്രോമാക്സും അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ചൂട്ടും പന്തൊക്കെ കത്തിച്ചിട്ട് മൈലുകൾക്കപ്പുറത്തുനിന്നാണ് ആളുകൾ അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിന്റെ നിക്കാഹ് എന്താണ്, ഇസ്ലാമിന്റെ തലാഖ് എന്താണ്, അത് മുസ്ലിം സമുദായം പഠിക്കണം. മറ്റുള്ളവർക്ക് അത് പഠിപ്പിക്കണം. ഇസ്ലാം പെണ്ണുകെട്ടികളുടെ മതമല്ല കേട്ടോ. ഒരു മുസ്ലിമായാൽ ആരുടെ അടിയിൽ തുല്യനീതി പുലർത്താൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടു പോയാൽ ഫവാഹിദ, അവിടെ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. പരിശുദ്ധ ഖുർആൻ. ഇത് ഖുർആൻ പറഞ്ഞത് എല്ലാ മുസ്ലിമീങ്ങളോടും 4 പെണ്ണ് കെട്ടാൻ വേണ്ടിയല്ല. ഒരുത്തന്റെ ഭാര്യ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരുത്തന്റെ ഭാര്യ നിത്യമായ രോഗിയായാൽ അവന് രണ്ടാമത്തൊരു ഭാര്യയെ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. അതല്ലെങ്കിലോ ലോകത്ത് പെണ്ണുങ്ങളുടെ അംഗസംഖ്യ കൂടുകയും ആണുങ്ങളുടെ അംഗസംഖ്യ കുറയുകയും ചെയ്താൽ, മറ്റു പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലാത്ത കാലഘട്ടം വന്നാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം. ലോകത്തിപ്പോ അങ്ങനെയുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് എത്യോപ്യയില് അവിടെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് അവിടെ ആണുങ്ങൾ കൂട്ടത്തോടെ മരിച്ചുപോയി. അവിടുത്തെ ഗവൺമെന്റ് തീരുമാനമെടുത്തുപോയി എല്ലാ പുരുഷന്മാരും രണ്ടാമത്തൊരു പെണ്ണും കൂടി കെട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലാതെയായി പോകും. ഇങ്ങനത്തെ ഒരു സാഹചര്യം ലോകത്ത് എവിടെങ്കിലും എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വന്നാൽ അവിടെ 2ആവാം, ചിലപ്പോ 3ആവാം, പരമാവധി 4 വരെ പോകാം. പക്ഷേ ഇൻഹിത്തുമല്ലാത്ത ഇതിലു ഫവാഹിദ, 4 ഇടയിലും തുല്യനീതി പുലർത്താൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടാൽ ഫവാഹിദ, അവിടെ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. പരിശുദ്ധ ഖുർആൻ. ആ ഒരു ഓപ്ഷൻ ഖുർആനിൽ അല്ലാഹു തആല വെച്ചതെന്തിനാ? 4 പെണ്ണ് കെട്ടാനല്ല. ലോകത്ത് അങ്ങനെ ഒരു സാഹചര്യം ആർക്കെങ്കിലും വന്നാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ അല്ലാഹു നേരത്തെ പറഞ്ഞു വെച്ചതാ. കാരണം ഈ മതം, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാം മതം, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും വേണം. മോനെ മൈക്ക് ലേശവും കൂട്ടി കൊടുത്തു. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും വേണം. ഈ മതത്തിന്റെ പ്രത്യേകത എന്താ? ലോകത്ത് ഞാൻ വായിച്ചറിഞ്ഞിടത്തോളം 2500 മതങ്ങളുണ്ടെന്നാണ് കണക്ക്. 1 2 ഒന്നല്ല, 2500 മതമുണ്ട്. പക്ഷെ അതില് എല്ലാത്തിനും വ്യത്യസ്തമായി നിൽക്കുന്ന മതമാണ് ഇസ്ലാം മതം. അതെന്താണ് ഇസ്ലാമിനുള്ള പ്രത്യേകത? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം, ക്രൈസ്തവ മതം. ആരാണ് ക്രിസ്തു മതം ഉണ്ടാക്കിയത് എന്ന് മാർപ്പാപ്പയോട് ചോദിച്ചു നോക്ക്. ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ നസ്രാണികളോടല്ല ചോദിക്കേണ്ടത്, മാർപ്പാപ്പയോട് ചോദിക്കാം. ഈ ലോകത്തെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ നേതാവാണ് പോപ്പ് എന്ന് പറയുന്ന വത്തിക്കാനിലിരിക്കുന്ന ആ പാപ്പ, മാർപ്പാപ്പ. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, ആരാ ക്രിസ്തു മതം ഉണ്ടാക്കിയത്? അദ്ദേഹം പറയും, അത് യേശു ക്രിസ്തു ഉണ്ടാക്കിയ മതമാണ്. കേട്ടോ? നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റൊരു മതമാണ് സിഖ് മതം. ആരാണ് സിഖ് മതം ഉണ്ടാക്കിയത് എന്ന് സിഖുകാരെ വിളിച്ചുകൊണ്ട് ചോദിക്കൂ.
അവർ പറയും ഗുരു നാനാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടാക്കിയ മതമാണ് സിഖ് മതം. വേറെ ഒരു മതമാണ് ബുദ്ധമതം. ആരാണ് ഈ ബുദ്ധമതം ഉണ്ടാക്കിയതെന്ന് അവരോട് ചോദിച്ചാൽ അവർ അതിന് കൃത്യമായി മറുപടി പറയും, ശ്രീ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടാക്കിയ മതമാണ് ബുദ്ധമതം. ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ പ്രമാദമായി കാണുന്ന ഹിന്ദുമതം, അതാരാണ്ടാക്കിയത്? ഹിന്ദുമതം ആരാണ്ടാക്കിയത്? ഹിന്ദുക്കൾ പറയുന്നു ഞങ്ങളൊരു മതമല്ല, ഞങ്ങളൊരു സംസ്കാരമാണ്, പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഇതുണ്ടാക്കിയതല്ല, സ്വയം ഇങ്ങനെ ഉണ്ടായി വന്നതാണ് അവരാണ്. അത് അവരുടെ വിശ്വാസം. പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ വിഗ്രഹാരാധനയാണ് ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാന ഘടകം. വിഗ്രഹാരാധന ലോകത്ത് തുടങ്ങി വെക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് വിഗ്രഹാരാധന വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യൻ, അതീവ സൗന്ദര്യമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെ കണ്ട ജനങ്ങളൊക്കെ ആശ്ചര്യത്തോടെ അയാളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മുഖത്തുനിന്ന് കണ്ണെടുക്കാത്ത മനുഷ്യനായിരുന്നു. ഒരു വേളയിൽ ആകസ്മികമായി അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. ആ സമയത്ത് അവരിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യമുണ്ടായിരുന്ന, കണ്ടാൽ ആഗ്രഹിക്കുന്ന, ആരും നോക്കിപ്പോകുന്ന ആ നല്ല മനുഷ്യൻ മരിച്ചിട്ട് നിങ്ങൾ അയാൾക്ക് വേണ്ടി എന്താണ് ഒന്നും ചെയ്യാത്തത്? ആ സമയത്ത് ആ നാട്ടുകാർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് അങ്ങേർക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യന്റെ വേഷത്തിൽ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അയാൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ വെക്കൂ. നേരം വെളുക്കുമ്പോ പോയി ആ പ്രതിമയുടെ മുമ്പിലൊന്ന് നമസ്കരിക്കൂ, വൈകുന്നേരം പോയി ആ പ്രതിമയുടെ മുമ്പിലൊന്ന് നമസ്കരിക്കൂ, രാത്രി പോയി ആ പ്രതിമയുടെ മുമ്പിലൊന്ന് കൈകൂപ്പൂ. അങ്ങനെ ലോകത്തിലാദ്യമായി വിഗ്രഹാരാധനക്ക് തുടക്കം കുറിക്കുന്നതാരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അത് നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. അവിടുന്നാണ് ലോകത്ത് വിഗ്രഹാരാധന ഉടലെടുക്കുന്നത്. അപ്പൊ വിഗ്രഹാരാധനയുടെ അടിസ്ഥാനമാണ് ഹൈന്ദവ മതം എന്ന് പറയുമ്പോൾ, ഇന്ന് കാണുന്ന ഹൈന്ദവ മതം ആരാണ്, എവിടുന്നാണ്, എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ റിസർച്ച് നടത്തുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. 4500 കൊല്ലങ്ങൾക്ക് മുമ്പേ ലോകത്തുനിന്ന് മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, ഒന്നോർക്കെ പറയാം മോനെ, ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോ, മറ്റു നബിമാരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോ എല്ലാവരും ഓർക്ക അലൈഹിസ്സലാം എന്ന് പറയണം. എന്തിനാ? കാരണം എന്താ അറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുസമ്മതനായ പ്രവാചകനാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണം. ഏതുപോലെ ഇബ്രാഹിം നബിക്ക് രക്ഷയും അനുഗ്രഹവും ചെയ്തതുപോലെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് രക്ഷയും അനുഗ്രഹവും ചെയ്തതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് രക്ഷയും അനുഗ്രഹവും നീ ചെയ്യണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അപാരമായ അനുഗ്രഹം ചെയ്ത പ്രവാചകനാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖലീലുല്ലാഹി, അല്ലാഹുവിന്റെ ചങ്ങാതി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി എല്ലാ മതക്കാർക്കും നല്ല അഭിപ്രായം. ഹിന്ദുക്കൾ പറയുന്നത് ഇബ്രാഹിം നബി ഞങ്ങളുടെ നബിയാണ്. ഇബ്രാഹിം നബിയുടെ ഹിന്ദുക്കൾ അംഗീകരിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ പറയുന്നത് ഇബ്രാഹിം നബി ബ്രാഹ്മണന്മാരുടെ പിതാവാണെന്നാണ്. ഇബ്രാഹിം എന്ന പേര് അബ്രഹാം എന്നാണ് ഉണ്ടായത്. അബ്രഹാം എന്ന പേര് ബ്രഹ്മണൻ എന്ന പേര് ലോപിച്ചുകൊണ്ടാണ് അബ്രഹാമായത്. അബ്രഹാമാണ് ഇബ്രാഹിമായത്. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല എന്ന് ഓതിപ്പടിക്കുന്ന മുസ്ലിയാക്കന്മാർക്കൊക്കെ അറിയാം. ഇബ്രാഹിം എന്ന പേര് അറബിയല്ല, പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പേരാണ് ഇബ്രാഹിം. അതുകൊണ്ട് ഹിന്ദുക്കൾ പറയുന്നു ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്. ക്രിസ്ത്യാനികൾ പറയുന്നു ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്.
യഹൂദികൾ പറയുന്നു ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്. പക്ഷെ അല്ലാഹ് പറയുന്നു ഇബ്രാഹിം നബി ആരുടെ ആളാണ്? ഖുർആൻ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മാകാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യഹൂദിയല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നസ്റാനിയല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്രിസ്ത്യാനിയല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസിയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഇന്ന് കാണുന്ന ഹൈന്ദവ മതം ഇബ്രാഹിം നബിയുടെ ആശയത്തിൽ നിന്ന് ലോപിച്ചിട്ട് ഇക്കോലത്തിലായതാ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലും നടക്കുന്ന പ്രധാനപ്പെട്ട ഇബാദത്ത്, ആരാധന എന്താ? അമ്പലത്തിലെ പ്രധാനപ്പെട്ട ആരാധന അമ്പലത്തിനെ ചുറ്റുക, പ്രദക്ഷിണം വെക്കുക. ലോകത്തില് പ്രദക്ഷിണം ആദ്യം തുടങ്ങി വെച്ചത് എവിടാ? ഏത് അമ്പലത്തിലാ? ഖുർആൻ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൽ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. ഭൂമിയിൽ മനുഷ്യനാരാധിക്കാൻ വേണ്ടി അല്ലാഹു തആല പണിത ആദ്യത്തെ ദി ഫസ്റ്റ് ചർച്ച്, ദി ഫസ്റ്റ് മോസ്ക്, ദി ഫസ്റ്റ് ടെമ്പിൾ, ആദ്യത്തെ അമ്പലം, ആദ്യത്തെ ചർച്ച്, ആദ്യത്തെ പള്ളി, അത് വിശുദ്ധമായ കഅബയാണ്. ആ കഅബക്കാണ് തവാഫ്. ലോകത്തിലുള്ള എല്ലാവരും കഅബാലയത്തിൽ തവാഫ് ചെയ്തവരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും കഅബാലയത്തിൽ ചെന്നിട്ടുണ്ട്. അവരൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ തവാഫ് ചെയ്തിട്ടുണ്ട്. തവാഫ് ചെയ്യാത്ത ഒരു നബിയുമില്ല, കഅബാലയത്തിൽ ചെല്ലാത്ത ഒരു പ്രവാചകനുമില്ല. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നുപോയിട്ട് ഹജ്ജ് നിർവഹിച്ചതായി ലോകചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോ ഈ കറങ്ങല്, ഈ ചുറ്റല്, അമ്പലത്തിലെ ഈ ചുറ്റല് കഅബാലയത്തിന്റെ ചുറ്റലിൽ നിന്ന് ലോപിച്ചു പോയതാണ്. അതിനിപ്പോ ബ്രാഹ്മണന്മാരുടെ പൂനൂല് കണ്ടില്ല നിങ്ങൾ? ബ്രാഹ്മണന്മാർ ഒരു പൂനൂല് എന്ന് പറഞ്ഞിട്ട് ഒരു നൂലിങ്ങനെ ഈ തോളിന്ന് ആ തോളിന്റെ ഇടയിൽ ഒരു നൂല് കെട്ടിയിട്ടാണ്. ഈ സംസ്കാരം എവിടുന്ന് വന്നതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യയാണത്, നൂലിലേക്ക് മാറിപ്പോയതാ. ഇബ്രാഹിം നബിയുടെ ചര്യ നമ്മൾ ചെയ്യുന്നുണ്ട്. എവിടെയാണ്? നമ്മൾ ഉംറക്ക് പോയ, ഹജ്ജിന് പോയ, തവാഫ് ചെയ്യുന്ന സമയത്ത് വസ്ത്രം ഇതുപോലെ ഇളുത്തിബാഴ് എന്ന് പറയാം അറബിയിൽ. മണ്ട് ചുമലിന്റെ ഇടയിൽ കൂടെ മുണ്ടിട്ടിട്ട് ഇഹ്റാം കെട്ടുക എന്നൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ പറയണ്ടേ, ഇതാണ് ഈ സാധനം. രണ്ട് ചുമലിന്റെ ഇടയിൽ കൂടെ മുണ്ടിട്ടിട്ട് നമ്മൾ തവാഫ് ചെയ്യുന്നു. അതിനാണ് ഇളുത്തിബാഴ് എന്ന് പറയുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിന്ദുമതം ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിനും പറയാം ആളുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് അതിന്റെ ആള് കേട്ടോ. ഇനി നിങ്ങൾ നോക്ക്, ലോകത്ത് മുസ്ലിമീങ്ങളെ കാർന്ന് തിന്നാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദികൾ, അവരുടെ മതത്തിന്റെ പേരാണ് ജൂതമതം. ആരാണ് ജൂതമതം ലോകത്ത് സ്ഥാപിച്ചതാരാ എന്ന് നിങ്ങൾ യഹൂദികളോട് ചോദിച്ചാൽ അവര് പറയും, ഞങ്ങളുടെ പ്രവാചകൻ മോശയാണ്. മോശ എന്ന് ബൈബിളിൽ പറയുന്ന, മൂസ എന്ന് ഖുർആനിൽ പറയുന്ന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണ് ഈ ലോകത്ത് യഹൂദി മതത്തിന്റെ സ്ഥാപകനെന്ന് യഹൂദികൾ പറയുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ മതത്തിന്റെ സ്ഥാപകൻ. ഗുരുനാനാക്കാണ് ഞങ്ങളുടെ മതത്തിന്റെ സ്ഥാപകൻ, സിഖുകാര് പറയുന്നു. ബുദ്ധനാണ് ഞങ്ങളുടെ മതത്തിന്റെ സ്ഥാപകൻ, ബുദ്ധമതക്കാര് പറയുന്നു. എന്നാൽ ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആരാ? അവിടെയാണ് നമ്മുടെ ചർച്ച. മോനെ ഉറങ്ങല്ല, ആകാശയിൽ നിന്ന് ഉറങ്ങണവനെ വിളിച്ച ഇവിടെയൊന്നുമല്ലേ, ഇങ്ങോട്ട് നോക്കാം. ഒന്നാമത്തെ ആള് ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് ഉറങ്ങുക. ഒരു ഉറക്കിന് 70 ഉറക്കിന്റെ കൂലി ഇല്ലാട്ട പോനെ. ഒരോർക്കുറങ്ങിയ ഒരോർക്കിന്റെ കൂലി തന്നെ ഉള്ളൂ. അത് ബാലൻസ് ആവശ്യമില്ല, അങ്ങനെ ഉറങ്ങാൻ പാടണ്ട. ഇപ്പൊ ഉറങ്ങേണ്ട ടൈം ആയിട്ടില്ലല്ലോ. ഈ പെരും ചൂടത്ത് എങ്ങനെ ഉറക്കു വരുന്നു? എവിടെ കൊണ്ടേ കിടത്തിയാലും ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ചൂട് കൊണ്ട് മനുഷ്യൻ ഹൈറാനിയത്തായി പോണ സമയമാണ്. ഞാന് ഈ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും, ഒട്ടുമിക്ക എല്ലാ ജില്ലയിലും ഈ ഒരു കഴിഞ്ഞ 4 മാസമായിട്ട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിൽ കോട്ടയം ജില്ല മാത്രമേ കുറച്ച് കുറവുള്ളൂ. ഒരു പരിപാടി മാത്രമേ അവിടെ ഞാൻ പോയിട്ടുള്ളൂ. കോട്ടയം ജില്ല, അവിടെ മുസ്ലിങ്ങൾ കുറവാണല്ലോ. ബാക്കിയുള്ള ജില്ലയിലൊക്കെ 4, 5, 6, 7 പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു പാതിലേറെ നടത്തിയിട്ടുണ്ട്. അവിടൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറ്,
വെള്ളത്തിന്റെ അവസ്ഥ എന്താണ് എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്. 99% സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയുന്നത് ഉസ്താദേ വെള്ളമില്ല. പല പള്ളിയിലും ഉദു ചെയ്യാൻ വെള്ളമില്ല. പല സ്ഥാപനങ്ങളും വെള്ളമില്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടി കുട്ടികൾക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ്, വെള്ളമില്ലാത്തതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഞാൻ 2 ദിവസം മുമ്പ് പ്രസംഗിക്കാൻ പോയ മൂവാറ്റുപുഴ പായിപ്പറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്നപ്പോ ഒരു ആചാര്യ വീട്ടിലായിരുന്നു ഭക്ഷണം. വലിയൊരു മുതലാളിയാണ്. ആ മുതലാളിയുടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, ആചാര്യ പള്ളിയുടെ പ്രസിഡന്റും അദ്ദേഹം അങ്ങേര് തന്നെയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി? അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ 7 മഴ പെയ്തു ഈ ഒരു മാസം. കേരളത്തിലെ റെക്കോർഡാണത്. 7 മഴ, എല്ലാ കിണറുകളും നിറഞ്ഞു നിൽക്കുകയാണ്. വെള്ളക്ഷാമം എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലേ ഇല്ല. എല്ലാ കിണറും നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഒരിക്കൽ തമാശ പറയാതിരിക്കുന്നു ചോദിച്ചു. ഞാൻ ആചാര്യോട് ചോദിച്ചു, നിറഞ്ഞത് തമാശ പറയാണ് ആചാര്യ, കിണർ നിറഞ്ഞു നിൽക്കുക. ഉസ്താദെ, ഞാൻ ഉസ്താദിനെ പോലത്തെ ഒരാളോട് നുണ പറയോ? ഉസ്താദിന് സംശയം ഉണ്ടെങ്കിൽ എന്റെ പുരയിലെ കിണറൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. രാത്രി ഞാൻ ഇറങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കിണർ നോക്കുമ്പോൾ 3/4 ഭാഗം കിണറും നിറഞ്ഞ് ശുദ്ധമായ വെള്ളം കൊണ്ട് തളർത്തു നിൽക്കുകയാണ്. എന്താണ് ആ നാട്ടിൽ മഴ കിട്ടാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അവിടെ ധാരാളം ചൊല്ലിവരുന്ന നാടാണ്. അല്ലാഹുവിന്റെ ദിക്റ് ധാരാളം ചൊല്ലിവരുന്ന നാടാണ്. ആ ഒറ്റ കാരണം കൊണ്ട് അവിടെ അല്ലാഹു അവന്റെ റഹ്മത്തായ മഴ നൽകിയിട്ട് വെള്ളം കൊണ്ട് കിണർ നിറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ഈ പെടാപ്പാട് പിടിച്ച കാലഘട്ടത്തില് നമ്മുടെ ഈ വാതിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഈ വാട്സപ്പ് ഗ്രൂപ്പും മബ്ബൂലുദ്ദീനയുടെ വാതിൽ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം, അപ്രമാദമായ ലക്ഷ്യം, ഒന്ന് ഇസ്ലാമിക ദഅവയാണ്. 2ാമത്തെ ലക്ഷ്യം കൂട്ടമായ ദുആയാണ്. ഒന്ന് ലോക മുസ്ലിങ്ങളുടെ ഇസ്സത്തിനും അഭിമാനത്തിനും യോജിപ്പിനും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. 2ാമത് വെള്ളമില്ലാതെ കേരളത്തിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ വെള്ളമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ ശഅബാൻ മാസത്തില് ബറക്കത്തിന്റെ മാസമാണ് ഈ ശഅബാൻ, ബറാഅത്തിന്റെ മാസമാണ് ഈ ശഅബാൻ, റമദാനിന്റെ തൊട്ടുമുമ്പുള്ള മാസമാണ് ഈ ശഅബാൻ. ആ മാസത്തില് അല്ലാഹുവിനോട് നമുക്ക് ഇന്നത്തെ രാത്രി ഒരു ദുആ ചെയ്യണം മഴയ്ക്ക് വേണ്ടി. അതുപോലെ ദുആയാണ് നമ്മുടെ പരിപാടിയുടെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങരുത്. ഈ സമയം ഉറക്കിന്റെ സമയമല്ല. അല്ലാഹു മജ്ലിസിൽ ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു മജ്ലിസിൽ ഖൈർ ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞപ്പോ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ആരാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ? ആരാണ്? അതാണ് എന്റെ ചോദ്യം. നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതൊക്കെ തെറ്റാണ്. ഏത് പാഠപുസ്തകം? മദ്രസയിലെ പുസ്തകമല്ല പറഞ്ഞു, സ്കൂൾ പാഠപുസ്തകം. സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? യേശുക്രിസ്തു ഉണ്ടാക്കിയ മതമാണ് ക്രിസ്തു മതം, ശരി. ബുദ്ധൻ ഉണ്ടാക്കിയ മതമാണ് ബുദ്ധമതം, ശരി. മുഹമ്മദ് നബി ഉണ്ടാക്കിയ മതമാണ് ഇസ്ലാം മതം, തെറ്റ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയ മതമല്ല ഇസ്ലാം. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനാരാണ്? നമ്മൾ ആധികാരികമായി പഠിച്ചു വെക്കേണ്ട ഇൽമാണത്. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആദം നബിയല്ല, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മൂസാ നബിയല്ല, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമല്ല, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ഒരു പ്രവാചകനുമല്ല. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ, അർഹമുർ റഹീമായ അല്ലാഹു തആലയാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ. ഞാനത് പറഞ്ഞത്, ലോകത്ത് ക്രിസ്തുമതം ആര് സ്ഥാപിച്ചു? യേശു കൊടുത്തു. സിഖ് മതം ആര് സ്ഥാപിച്ചു? ഗുരുനാനാക്ക്. ബുദ്ധമതം ആര് സ്ഥാപിച്ചു? ശ്രീബുദ്ധൻ. ജൂതമതം ആര് സ്ഥാപിച്ചു? മോശ. എന്ന് ഓരോ വ്യക്തികളാണ് സ്ഥാപിച്ചതെങ്കിൽ ഇസ്ലാം മതം സ്ഥാപിച്ചത് മുഹമ്മദ് നബിയല്ല, മൂസാ നബിയല്ല, ഈസാ നബിയല്ല, ഇബ്രാഹിം നബിയല്ല, അയ്യൂബ് നബിയല്ല,
സുലൈമാൻ നബിയല്ല, സക്കരിയ നബിയല്ല, നൂഹ് നബിയല്ല, ആദം നബിയല്ല. ആരാ സ്ഥാപിച്ചത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. ലോകത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്ന മതം ഇസ്ലാം മതമല്ലാതെ വേറെയുണ്ടോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിച്ചിരിക്കുന്ന മതം ഇസ്ലാം മതം മാത്രമാണ്. അള്ളാഹു സ്വീകരിക്കാൻ പോണ മതവും ഇസ്ലാം മതം മാത്രമാണ്. പ്രിയപ്പെട്ടവര്, ആ മതത്തിന്റെ കണ്ണികളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ മഹാഭാഗ്യം കേട്ടോ. നമുക്ക് അല്ലാഹു തആല നൽകിയ ഒരുപാട് ഭാഗ്യമുണ്ട്. ആരോഗ്യം ഭാഗ്യാണ്, സമ്പത്ത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ആലിക ഫദ്ലുല്ലാഹി യൂതി മൻ യശാ എന്നാണ് സമ്പത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞത്. അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്ന, എങ്കിലും അത് നല്ല നിലക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വല്ലാത്ത ഭാഗ്യമാണ്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ കോടീശ്വരനായിരുന്നു. ആ പണം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയ കോടീശ്വരത്തിയായിരുന്നു. തന്റെ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ റസൂലിന് ധർമ്മം കൊടുത്തതിന്റെ ശേഷം അവസാനം ഫഖീറത്തായി മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്കറിയാം. അപ്പൊ സമ്പത്ത് അല്ലാഹു തആല തരുന്നത് ഭാഗ്യമാണ്, ആരോഗ്യം തരുന്നത് ഭാഗ്യമാണ്, മക്കളെ തരുന്നത് ഭാഗ്യമാണ്, ഇൽമ് തരുന്നത് ഭാഗ്യമാണ്, വിദ്യാഭ്യാസം നൽകുന്നത് ഭാഗ്യമാണ്. എന്നാൽ അതിലേറെ ഭാഗ്യമേതാണ്? ഒരു മനുഷ്യൻ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം അവൻ ജനിക്കുമ്പോൾ ഒരു മുസ്ലിമായി ജനിക്കുക എന്നുള്ളതാണ്. ജനിക്കുമ്പോ തന്നെ മുസ്ലിമായി ജനിക്കാൻ കഴിഞ്ഞു. നമ്മളൊരു മുസ്ലിമായ ബാപ്പയുടെ ബീജത്തിൽ നിന്ന് ഒരു മുസ്ലിമത്തായ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാൻ അല്ലേ? ഏറ്റവും വലിയ മഹാഭാഗ്യമാണത്. അത് ഭാഗ്യമാണെന്ന് നമുക്ക് തോന്നാത്തത് നമ്മൾ ജനിച്ചപ്പോ തന്നെ മുസ്ലിം ആയതുകൊണ്ടാണ്. കാരണം മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമിന്റെ വിലയെന്താ, നിലയെന്താ, ഇസ്സത്ത് എന്താ, അഭിമാനം എന്താന്ന് നമ്മൾ അറിവില്ലാത്തവരാ, വിവരമില്ലാത്തവരാ. ഒന്ന് മുസ്ലിമായി കിട്ടാൻ വേണ്ടി എത്ര വിഷമിച്ചു പോയ ആളുകളുണ്ട് ചരിത്രത്തിൽ എന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്താപ്പയായ അബൂ താലിബ്, അല്ലാഹുവിന്റെ റസൂലിനെ പോറ്റി സംരക്ഷിച്ചു വളർത്തിയ അബൂ താലിബ് സ്വന്തം പിതാവിന്റെ സഹോദരനാണ്. ആ പിതാവിന്റെ സഹോദരനായ അബൂ താലിബ് അല്ലാഹുവിന്റെ റസൂലിനെ പണം കൊണ്ട് സഹായിക്കുന്ന ആളാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ശരീരം കൊണ്ട് സഹായിക്കുന്ന ആളാണ്, അല്ലാഹുവിന്റെ റസൂലിനെ മറ്റു നിലക്ക് സഹായിക്കുന്ന ആളാണ്. ആ അബൂ താലിബ് മരിക്കാൻ കിടക്കുകയാണ്, മരണശയ്യയിലാണ്. അബൂ താലിബ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോകുകയാണ്. വിവരം ആരറിഞ്ഞു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിന്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വലഭാഗത്ത് ചെന്നവിടെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അബൂ താലിബിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങൾ ഇസ്ലാമിന് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇസ്ലാമിന് ഒരുപാട് സംഭാവന തന്നിട്ടുണ്ട്, നിങ്ങൾ ഇസ്ലാമിന് ഒരുപാട് ആദരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, ആരുടെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ടെന്ന് ഉറക്കെ പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം പിതാവിന്റെ ജ്യേഷ്ഠനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിക്കിടന്ന അബീ താലിബ് പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ തലയങ്ങ് വലിച്ചിട്ട് മാറിക്കിടക്കുകയാണ്. ആ സമയത്ത് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിറങ്ങി വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ
ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിരുന്ന നിങ്ങളുടെ പിതാവിന്റെ പിതൃവ്യനുണ്ടല്ലോ, നിങ്ങളുടെ പിതൃവ്യനുണ്ടല്ലോ, ആ പിതൃവ്യൻ അല്ലാഹു തആല ഹിദായത്ത് നൽകാൻ ഒരാൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യരുത് നബിയേ. നിങ്ങൾ ആർക്ക് റെക്കമെൻഡ് ചെയ്താലും അല്ലാഹു തആല ഉദ്ദേശിക്കാത്ത ഒരൊറ്റ മനുഷ്യരും മുസ്ലിമാവൂല നബിയേ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ മുസ്ലിമാക്കാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട റസൂലേ. അതുകൊണ്ട് നബിയേ, അബൂ താലിബ് ആരാണെന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വഹി അറിയിച്ചു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നുപോയി. അബൂ താലിബ് മുസ്ലിമാണെന്ന് പറഞ്ഞവരുണ്ട്, അബൂ താലിബ് മുസ്ലിം അല്ലെന്ന് പറഞ്ഞവരുണ്ട്. പരസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലാത്ത കാരണം കൊണ്ട്, പക്ഷേ അദ്ദേഹത്തിന് രഹസ്യമായി ഷഹാദത്തിൽ വിശ്വാസമുള്ള ആളായിരുന്നു. അദ്ദേഹം മനസ്സുകൊണ്ട് ഉറപ്പിച്ച ആളായിരുന്നു. അതുകൊണ്ട് അബൂ താലിബ് മുസ്ലിമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുഴരുന്നിട്ട് പോലും അല്ല പറയുന്നത് എന്താണ്? വഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. തങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ മുസ്ലിമാക്കാൻ തങ്ങൾക്ക് പറ്റൂല നബിയേ. ഏത് നബിയോടാണ് അല്ല പറയുന്നത്? അസ്തമിച്ച സൂര്യനെ മടക്കി വിളിക്കാൻ അള്ളാന്റെ റസൂല് പറയുകയാണ്. ആരോട് പറയാണ്? തന്റെ പ്രിയപ്പെട്ട മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അസർ നിസ്കാരം ഖളായി പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകനെ നിസ്കരിക്കാൻ പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ച സൂര്യനെ നോക്കി റസൂലുള്ള പറഞ്ഞില്ലേ, അതേ അൽ ബദറു ശഖബി അംദിഹി വശംസു ഇദ് ഗർബത് ലഹു റുദ്ദതു ബിഗൈരി തറദ്ദുദി. സൂര്യനെ തിരിച്ചു വരണോ, എന്റെ അരിക്കൊന്ന് അസർ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ച സൂര്യൻ തിരിച്ചു വരികയോ ആകാശത്ത് നിൽക്കുകയോ അലി റളിയല്ലാഹു അൻഹു അസർ നിസ്കരിക്കുകയോ എന്നിട്ടും സൂര്യൻ പോകാതെ വന്നപ്പോൾ അള്ളാന്റെ റസൂല് പോകാൻ പറയുകയോ ആ സൂര്യൻ വീണ്ടും പടിഞ്ഞാറ് പോയി അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അസ്തമിച്ച സൂര്യൻ മടക്കി വന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ചന്ദ്രൻ രണ്ട് കഷ്ടമായി പിളർന്നിട്ടുണ്ട്, അത് പിന്നീട് കൂടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് കണ്ണില്ലാത്ത മനുഷ്യന് കണ്ണ് കിട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് മദീനയിൽ മഴ പെയ്തിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ കയ്യിന്റെ ഉള്ളിൽ നിന്ന് ഉറവ പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് നൽകിയ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരോട് അല്ലാഹ് പറയുന്ന, നബിയെ, മുസ്ലിമാവാളെ റെക്കമെൻഡിന് വേണ്ടി നിങ്ങൾ ദുആർക്കണ്ട. വഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഖാതിമുൻ നബിയാണ്, അവസാനത്തെ പ്രവാചകനാണ്, ഉലുൽ അസ്മിന്റെ നേതാവാണ്, സകല ചരാചരത്തിന്റെയും കാരണഭൂതരാണ്. പക്ഷേ ഹിദായത്ത്, അൽ ഹിദായത്തു അംറും മിൻ ലദൈ, അത് പടച്ച റബ്ബ് നേരിട്ട് കൊടുക്കുന്ന ഒരു കണക്ഷനാണ്. നമുക്കൊക്കെ മുസ്ലിമാകാൻ പറ്റിയത് അല്ലാഹു അവനിൽ നിന്നുള്ള ആ പ്രകാശം നമ്മുടെ ഖൽബിലേക്ക് നേരിട്ട് തന്നു. അപ്പോ നമ്മളൊക്കെ മുസ്ലിമായി. അൽഹംദുലില്ലാഹ്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. അബൂ താലിബിന് റസൂലുള്ള ദ്വാരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ സന്ദേശം എന്താണ്? നബിയെ, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ അങ്ങനെ മുസ്ലിമാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ചില ആൾക്കാരൊക്കെയാണ് മുസ്ലിം ആവൂല. അല്ലാഹു ഹിദായത്ത് നൽകിയവരല്ലാതെ മുസ്ലിം ആവൂല. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കിപ്പോ പരാതി ഉണ്ടാവും, വീട് നന്നായില്ല, കാറില്ല, അല്ലെങ്കിൽ മറ്റേ ആചാര്യ കണ്ടില്ല, അയാൾ 100 കോടി രൂപയുടെ ആസ്തി, നമുക്കൊന്നുമില്ല. ഇങ്ങനെ നുള്ളുനുറുമ്പ് പരാതികൾ ഈ ദുന്യാവിന്റെ മുമ്പിൽ നമുക്കുണ്ട്. പക്ഷെ ഇത് ഇവിടെ തീരും. നാളെ ആഖിറത്തില് നമ്മുടെ പരാതികൾക്ക് സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുസ്ലിമായെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് സ്വർഗത്തിൽ കടക്കാമല്ലോ. അതാണല്ലോ നമ്മൾ ദുആരക്കുമ്പോ പറയുന്നത്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ
ആതി മുഹമ്മദൻ വസീലത വൽ ഫദീല വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വസീല എന്ന് പറയുന്ന ഫളീലത്ത് എന്ന് പറയുന്ന പദവി കൊടുത്തു റബ്ബേ. അല്ലാഹുവേ ആ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി റബ്ബേ. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ശഫാഅത്തോടുകൂടെ ഒരൊറ്റ മുസ്ലിമും പിന്നെ നരകത്തിൽ ഉണ്ടാവില്ല. ഏത് കള്ളു കുടിച്ച മുസ്ലിമായാലും, ഏത് പെണ്ണ് പിടിച്ച മുസ്ലിമായാലും, ഏത് കൊലപാതകം നടത്തിയ മുസ്ലിമായാലും അതിന്റെ ശിക്ഷയുടെ അവധി കഴിഞ്ഞാൽ അവസാനം റസൂലുള്ളാഹിന്റെ ശഫാഅത്തോട് അവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തുന്നതാണ്. അതാണ് മുസ്ലിമായാലുള്ള നേട്ടം. വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട്. ദുനിയാവിന്റെ നേട്ടം വേറെയുണ്ട്, ആഖിറത്തിന്റെ നേട്ടമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ മഹാഭാഗ്യം മുസ്ലിമാവാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നമ്മൾ അല്ലാഹുവിന്റെ മതത്തിന്റെ പ്രവർത്തകരാണ്, അതിന്റെ ഭാരവാഹികളാണ്, അതിന്റെ അംഗമാണ്. അൽഹംദുലില്ലാഹ്, ഭാഗ്യം. ഇനി നമുക്ക് അല്ലാഹു തആല തരേണ്ട ഏറ്റവും വലിയ മഹാഭാഗ്യം എന്താണ്? ആ മതത്തിന്റെ വിശ്വാസികളായി ജീവിച്ചുകൊണ്ട് തന്നെ ആഖിബത്ത് നന്നായി മരിച്ചു പോണം, മുസ്ലിമായി മരിച്ചു പോണം. അതിനുള്ള ബദ്ധപ്പാടില്ല നമ്മൾ. ലോകം ഫസാദ് കൊണ്ട് നിറയാണ്, ഫിത്ന കൊണ്ട് ലോകം കടുപ്പമാകുകയാണ്. എവിടെ നോക്കിയാലും ഗീബത്ത്, നമീമത്ത്, ഫസാദ്, ഫിത്ന, തെറിവിളി, തമ്മാടിത്തരം, കള്ളുകുടി, കൊലപാതകം, പെണ്ണുപിടി, സുബ്ഹാനല്ലാഹ്. ലോകം മുഴുവൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കണ്ടോ? തുർമിദി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹായ ഒരു ഹദീസില് അല്ലാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി, ഖിയാമത്ത് നാൾ ഒരു വെളിപ്പാടകല വന്നു നിന്നാൽ, ഖിയാമത്ത് നാൾ ഒരു കൈവിരലിന്റെ അടുത്ത് വന്നാൽ 15 അടയാളം നിങ്ങളുടെ കണ്ണിൽ കാണുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഇതൊക്കെയാണ് 15 അടയാളം. എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം, എന്റെ ഉപ്പമാര് മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്ന 2017 നിന്ന് ഇനി ലോകാവസാനത്തിലേക്ക് അധികകാലമുണ്ടെന്ന് ആരും ധരിച്ചു വെക്കേണ്ട പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇദുത്തുഹിദൽ ഫൈഉ ദിവലാ, പൊതുഖജനാവ് കട്ടുമുടിക്കുന്ന ഭരണാധികാരികള് നിങ്ങൾ കണ്ടാൽ, പഞ്ചായത്ത് മുതൽ അസംബ്ലി മുതൽ പാർലമെന്റ് മുതൽ ഐക്യരാഷ്ട്രസഭ വരെ കള്ളന്മാരുടെ കൂത്തരംഗമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുഖജനാവിന് കൈയിട്ട് വാരുന്ന ഭരണാധികാരികളോ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ്. 1000 കോടി കട്ടമന്ത്രി, 5000 കോടി കട്ടമന്ത്രി, 100 കോടി കട്ടമന്ത്രി, 500 കോടി കട്ടമന്ത്രി, 10 കോടി കട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ തുടങ്ങിയുള്ള വാർത്തകള് നമ്മൾ ദിനേന പത്രങ്ങളിലും നെറ്റിലും അതുപോലെ ടിവിയിലും കാണുകയാണ്. രണ്ടാമത്തെ അടയാളം അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വൽ അമാനത്തു മഗ്നമാ, ലോകത്ത് ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. മക്കളെ, കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം ജില്ലയില് സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് 36 വയസ്സുള്ളൊരു പെങ്ങള് സുബ്ഹാനല്ലാഹ് നടന്നു വരുന്ന സമയത്ത് തന്റെ 18 വയസ്സുള്ള മകൻ കടാരെ പിടിച്ചങ്ങിരുന്നിട്ട് സ്വന്തം ഉമ്മയുടെ പള്ളക്ക് കത്തികയറ്റിയത് അമേരിക്കയിലല്ല, ആഫ്രിക്കയിലല്ല, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വൽ അമാനത്തു മഗ്നമാ, ലോകത്ത് ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം വരുമെന്ന് ഖാല റസൂല്. മകൻ ഉമ്മാനെ കുത്തിക്കൊല്ലുന്ന കാഴ്ചയാണ്, ബാപ്പ മകനെ തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ്, മകൻ ബാപ്പാനെ തല്ലിക്കൊല്ലുന്ന കാഴ്ചയാണ്, ഭാര്യ ഭർത്താവിനെ വെട്ടിമുറിക്കുന്ന കാഴ്ചയാണ്, ഭർത്താവ് ഭാര്യയെ കൊന്ന വാർത്തയാണ് നമ്മൾ ദിനേന പത്രങ്ങളിൽ വായിക്കുന്നത്. ആരെ വിശ്വസിക്കാനാണ്? മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ, മുതലാളിമാര് പണത്തിന്റെ ഖദറനുസരിച്ച് സകാത്ത് കൊടുക്കാതെ പാവങ്ങളുടെ ഹക്കില് കൈയിട്ട് വാരുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. വസ്സകാത്തു മഗ്റമാ, മുതലാളിമാര് വസ്സകാത്തു മഗ്റമാ, മുതലാളിമാര് കണക്കനുസരിച്ച് സകാത്ത് കൊടുക്കാതിരിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, കണക്കനുസരിച്ച് മുതലാളിമാര് സക്കാത്ത് കൊടുക്കില്ല. എവിടെയാണ് സക്കാത്ത് ശരിക്കും കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ റമദാൻ മാസം വരികയാണ്, മൈക്ക് ഫുള്ള് ഒളിയം കുറഞ്ഞു കൊടുത്തോണ്ട് മോനെ, കത്തി പോകുന്നില്ല, പേടിക്കണ്ട. മൈക്കക്കാർക്ക് ഇവിടെ തന്നെ കുറ്റം പറയല്ല, ഞാൻ 10-38 കൊല്ലായിട്ട് മൈക്കക്കാരെ കുറെ പറഞ്ഞിപ്പം മുണ്ടിൽ നിർത്തി. കാരണം അവിറ്റങ്ങളുടെ ഗുരുത്തക്കെടുപ്പിലാക്കും നമുക്ക് കണ്ണേറും വേണ്ടാച്ചിട്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് ക്ഷമിച്ച് സഹിച്ച് പുറത്ത് അങ്ങോട്ട് പ്രസംഗിച്ച് വിടലായിപ്പോ എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വയസ്സ് മാത്രമല്ല, നാളെയും മറ്റന്നാളും പിറ്റന്നാളും ഇപ്പൊ തന്നെ ഒരു 6-7 മാസത്തെ ബുക്കിംഗ് ഇങ്ങനെ കിടക്കുക. അടുത്ത കൊല്ലം, അതിന്റെ പിറ്റത്തെ കൊല്ലം വരെ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൈക്ക് സെറ്റുകാരൻ ഇതാ സലഹത്ത് സലഹൽ ജസദ് കുല്ലുഹു വഇദാ ഫസദത്ത് ഫസദൽ ജസദ് കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യൻ നേരെയാകണമെങ്കിൽ ശരീരത്തിൽ ഒരു മാംസകഷ്ടമുണ്ട്, അത് നന്നാവണം. അത് നന്നായ മനുഷ്യൻ മൊത്തം നേരെയായി. അത് ചീത്തയാ മനുഷ്യൻ മൊത്തം ചീത്തയായി. അതേതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ഖാല റസൂലുള്ളാഹ്. എന്ന പോലെ ഒരു വയൽത് നന്നാവണമെങ്കിൽ മൈക്ക് സെറ്റുകാരൻ കൃത്യമായിരിക്കണം. മൈക്ക് സെറ്റുകാരൻ കൃത്യമായില്ലെങ്കിൽ ആ വയൽ മുഴുവൻ പ്രസാദാക്കാൻ ആ മൈക്ക് സെറ്റുകാരൻ വിചാരിച്ചാൽ മതിയാവും, മൈക്കും വിചാരിച്ചാൽ മതിയാവും കേട്ടോ. അതിനാണ് ഞാൻ ഈ ഹദീസ് ഉപോത്ബലകരമായി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയാണ്. അധിക കാലം ഇനി ഇവിടെ ദുനിയാവില് ബലസാമെന്ന് ആരും ധരിക്കണ്ട. കിട്ടിയത് ഈ കിട്ടുന്ന സമയം നല്ല നിലക്ക് അങ്ങോട്ട് ഉപയോഗിച്ചോളൂ. യൂസുഫ് സഖാഫി ഒരപകടത്തിൽപ്പെട്ട് ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതനാണ്. ഞാനൊക്കെ ഇപ്പൊ സഖാഫിയായിട്ട് 27-28 കൊല്ലായി. അയാൾ ചിലപ്പോ 10 കൊല്ലോ 8 കൊല്ലോ 9 കൊല്ലോ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു ആക്സിഡന്റിൽ പെട്ട് നിങ്ങളുടെ ഉമ്മറപ്പടിയിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. മരിച്ചുപോയി. അല്ലാഹുവേ ദറജ ഉയർത്തിക്കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കാസർഗോഡ് ചൂരി എന്ന് പറയുന്ന പള്ളിയിൽ ചെന്നു. ഒരു വാദിനി എന്നപ്പോ ആ നാട്ടുകാരെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കോടതിയാണത്. ഒരു കോടതിയിൽ ഒരു ജഡ്ജിന്റെ പോസ്റ്റാണത്. അതുകൊണ്ട് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടാണ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും പിന്നാക്കക്കാരാ. ഹിന്ദുക്കളിൽ 70 ജാതി പിന്നാക്കക്കാരാ, ക്രിസ്ത്യാനികളിൽ 2 ജാതി പിന്നാക്കക്കാരാ. അവ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 2.25 കോടി ജനങ്ങളും പിന്നാക്കക്കാരാ. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സുപ്രീം കോടതി വെച്ച കമ്മീഷനാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ആ കമ്മീഷനിൽ ഒരു ഹൈക്കോടതി ജഡ്ജി, ഞാൻ, വേറൊരാൾ, അങ്ങനെ 3 പേരാണ് ഇരിക്കുന്നത്. ഞാൻ കാസർഗോഡ് ചെന്നപ്പോ ചൂരി ജുമാഅത്ത് പള്ളിയുടെ ഭാരവാഹികൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ആ പള്ളിയിലൊന്ന് വരണം. എന്തിനാണ് വരുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത റിയാസ് മുസ്ലിയാര്, പള്ളിയിലെ മുഅദ്ദിനായ റിയാസ് മുസ്ലിയാര് ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് പള്ളിയുടെ സൈഡിന്റെ ഹൗദിന്റെ തൊട്ടുള്ള റൂമിലിരിക്കുമ്പോൾ 3-4 റൂമിന്റെ വാതിലങ്ങ് തട്ടിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് റിയാസ് മുസ്ലിയാരെ വെട്ടി കഴുത്തറുത്ത് കളഞ്ഞു. ആടിനറുക്കുന്ന പോലെ, മൃഗത്തെ അറുക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ കഴുത്തറുക്കുകയാണ്, അദ്ദേഹത്തെ കത്തികൊണ്ട് കുത്തുകയാണ്. ആ സമയം റിയാസ് മുസ്ലിയാര് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളെന്നെ കുത്തുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവസാനം റിയാസ് മുസ്ലിയാര് ഈ അക്രമികളുടെ മുഖത്തു നോക്കി പറയുകയാണ്, നിങ്ങൾ കാല് മാറിയതാകൂ, ഈ പാവപ്പെട്ട എന്നെ എന്തിനാണ് കുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഖിയാമത്ത് നാൾ അടുത്തുപോയാൽ